മുത്തശ്ശ, നമ്മുടെ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ജ്വല്ലറി എക്സിബിഷൻ നടക്കുന്നത്. ഇന്ന് ഞാൻ കുറെ ആഭരണങ്ങൾ വാങ്ങിച്ചേ മടങ്ങൂ. നമസ്കാരം മേഡം. ദാ ഇത് പുതിയ ഡിസൈനാണ്. വേണ്ട വേണ്ട. മുത്തശ്ശ, നിങ്ങളെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. ഇതുപോലെ എന്നും ആഭരണങ്ങൾ ഇട്ട് പോയാ മതി കേട്ടോ. ഇതിൽ ഇത്ര സന്തോഷിക്കാനും മാത്രം എന്തിരിക്കുന്നു? അതെ, നിങ്ങളുടെ ഈ ആഭരണങ്ങളൊക്കെ എടുത്തോ, അല്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോകും വീട്ടിലോട്ട്. പൊയ്ക്കോളൂ ലാലാജി, ഇനിയാണ് അങ്ങോട്ട് തിരക്ക് കൂടാൻ പോകുന്നേ. ഞാൻ സേവർ ചാന്ദാണ് സംസാരിക്കുന്നത്. എക്സിബിഷൻ തീരാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ഇതെല്ലാവരും ഇന്ന് മടങ്ങിപ്പോയിട്ട് നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു വരിക. ഇവിടെ ഇന്ന് സെക്യൂരിറ്റിക്ക് ലഡു സിംഗും പിന്നെ വേറെ കുറച്ച് സെക്യൂരിറ്റികളും ഉണ്ടാവും. എന്നാ കാണാം. ഹലോ ചായക്കാരാ, ഇവിടെ ലഡു സിംഗിന് മറ്റുള്ളവർക്കൊക്കെ നല്ല കടുപ്പത്തിലൊരു ചായ കൊടുക്ക. ഇതെന്താ ചായക്കകത്ത് ഉറക്ക ഗുളിക ഇട്ടിട്ടുണ്ടോ? ഈ ചായ കുടിക്കുമ്പോ എനിക്ക് വല്ലാതെ ഉറക്കം വന്നിട്ട് വയ്യ. എനിക്ക് തോന്നുന്നു ഇവിടെ മോഷണം നടക്കാൻ പോണ്ടെന്ന്. ശിവയ്ക്കൊന്ന് വിളിച്ച് പറയണോ ഞാൻ? ഞങ്ങള് കുടിക്കുന്ന ചായയില് ഉറക്ക ഗുളിക ഇട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ലഡു സിംഗ് സാറേ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെ, ആ ചായക്കടക്കാരൻ ചായയിൽ ഉറക്ക ഗുളിക ഇട്ടിട്ട് ഇപ്പൊ എല്ലാരും കിടന്ന് ഉറങ്ങാണ്. ഇവിടെ ആണെങ്കിൽ കള്ളന്മാരെ എല്ലായിടത്തും മോഷ്ടിക്കാണ്. അതുകൊണ്ട് വേഗം വന്നേ, വേഗം. എന്താ ലഡു സിംഗ് സാറേ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ ഇനി നമുക്ക് നാളെ കാണാം. നന്നായിട്ട് സെക്യൂരിറ്റി പണി ചെയ്തോണം കേട്ടോ. എന്റെ ശരിക്കുള്ള പേര് നെട്ടൂർലാൽ എന്നാ. മോഷ്ടിക്കുന്നതാണ് എന്റെ പ്രധാന ജോലി. നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. ലഡു സിംഗ് സാറേ, എനിക്ക് ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ എഴുന്നേൽക്കൂ. ഞാൻ ശിവ വന്നിരിക്കാണ്. ശിവയോ? ശിവ, നീ വന്നല്ലേ? ഇതെന്താ 4 ശിവ? അതെ, ഒരു ശിവ തന്നെ മതിയായിരുന്നുവല്ലോ. എന്തിനാ 4 പേരും കൂടി? ലഡു സിംഗ് സാറേ, ഞാൻ ഇപ്പുറത്താ ഉള്ളത്. എന്ത് പറ്റി ലഡു സിംഗ് സാറേ? ആ കള്ളന്മാര് എവിടേക്കാ പോയത്? ശിവ, എനിക്കറിയില്ല. ഈ കാണുന്ന 4 വഴിയിൽ ഏത് വഴിക്ക് അവര് പോയെന്ന്. അതേന്നേ, ഞാൻ വിചാരിക്കുന്നത് ഈ വഴിക്കാണ്. അല്ലല്ലല്ല, ഒരു പക്ഷേ ചിലപ്പോ ആ വഴി കൂടെ ആയിരിക്കും അവര് പോയിരിക്കുന്നത്. ഇവിടെ വന്ന് സൂക്ഷിച്ചിരിക്കെ, ഞാൻ കള്ളന്മാരെ പോയി നോക്കട്ടെ. Mm.
ആ. ഉം. ആ. ലഡു സിംഗ് സാറേ കേൾക്കുന്നുണ്ടോ? എന്തിനാണ് കുട്ടി ആവശ്യമില്ലാതെ വഴി തടയാൻ വന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ ഓടിക്കോ, ഇല്ലെങ്കിൽ എല്ല് പോകും. ഓടിക്കോ. എന്നെ വലിച്ചോണ്ട് പോവാ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. അങ്ങനെ കള്ളനെ നമ്മൾ പിടിച്ചു. എന്റെ പ്ലാൻ ശരിക്കും വിജയിച്ചിരിക്കുന്നു. കലക്കി. സാറിന്റെ പ്ലാൻ അല്ല, എല്ലാരും പ്ലാൻ എന്ന് പറഞ്ഞോളൂ. ശിവ നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ഈ വഴിക്കാ പോണെന്ന് പറഞ്ഞേ. ഒരു കഴിവുള്ള പോലീസ് ഓഫീസറിന് നന്നായിട്ട് അറിയാം ഏത് സിറ്റുവേഷനിൽ എങ്ങനത്തെ പ്ലാനാണ് വർക്കൗട്ട് ആവാന്ന്. ഈ സിറ്റുവേഷനിൽ ഞാൻ ശിവയുടെ പ്ലാനാണ് യൂസ് ചെയ്തത്. അത് ശരിക്കും ഫലിച്ചു. സർ ശരിക്കുള്ള കള്ളൻ ഓടിപ്പോയി. ഇത് അയാളുടെ ജോലിക്കാരനാ. അങ്കിൾ നിങ്ങളുടെ ബോസ് ആരാന്ന് വേഗം പറയൂ. എനിക്ക് ഒരു കാര്യം അറിയില്ല, എനിക്ക് ഒരു സത്യവും അറിയില്ല. മിക്കപ്പോഴും ഫോൺ വഴിയാണ് എനിക്ക് ആജ്ഞകൾ വരുന്നത്. ഒരിക്കൽ പോലും ഞാൻ ആരും കണ്ടിട്ടില്ല. ഓഹോ, അതിന് കള്ളൻ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? എന്റെ അടുത്ത് ഒരുപാട് പ്ലാനുകളുണ്ട്, ആർക്കും അറിയില്ല. വിടില്ല ഞാൻ അവനെ. ആ ഒരുപാട് പ്ലാനുകളുടെ പേരെന്താണെന്നറിയോ? ശിവ പ്ലാൻ, ശിവ പ്ലാൻ, ശിവ. Shut up, ബെഡറാം. എടുക്ക്, ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തോണ്ട് കൊണ്ടുപോ. വേഗം. ഓ ഇവൻ എന്തൊരു മാരാ. എന്റെ മികച്ച കഴിവുകൊണ്ടാണ് ഈ പ്ലാനൊക്കെ സക്സസ്ഫുൾ ആയത്. ആ ഗ്രൂപ്പിലത്തെ കള്ളന്മാരെ ഒരു കള്ളനെ ഞാൻ പിടികൂടി, അറിയോ? അധികം താമസിക്കാതെ മറ്റുള്ള കള്ളന്മാരെ ഞാൻ പിടിച്ചിരിക്കും. ലഡു സിംഗ് സാറേ, മോഷ്ടാവായ ലഡ്ഡൂർ ലാലിന്റെ ആൾക്കാരെ നിങ്ങൾ പിടിച്ചെന്നറിഞ്ഞു. സത്യമാണോ അതോ ശിവയാണോ? ഈ ലഡു സിംഗിന് ഒരു പണിയും സ്വയം ചെയ്യാനേ അറിയില്ല. എപ്പോഴും എല്ലാത്തിനും എന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടിരിക്കും. ശിവ ദേ ആ ജോലിക്കൊന്നും നീ പോവാൻ നിക്കരുത് കേട്ടോ. ഐ, ഞാൻ പിടിച്ചാലെന്താ ശിവ പിടിച്ചാലെന്താ, രണ്ടും ഒന്നല്ലേ? നട്വർ ലാൽ, താൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നീ ലഡ്ഡു സിംഗിന്റെ ഏരിയയിൽ വന്നിട്ടാണ് നിന്റെ കളി കാണിച്ചത്. നിന്റെ പോലെ ബുദ്ധിയില്ലാത്ത ചെറിയ വലിയ കള്ളന്മാരൊക്കെ എന്റെ ശിവ ഒരുത്ത മതി പിടിക്കാൻ, മനസ്സിലായോ? ആ ശിവയെന്ന ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചതിന്റെ കാര്യം. ഈ നട്ടൂർ ലാലിന്റെ തലയിൽ ഉദിക്കുന്ന ഐഡിയാസ് പോലെ വേറൊരുത്തനും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഹാ! നിക്ക്. എന്റെ പേര് സമീന്ദർ ഠാക്കൂർ എന്നാ. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണെന്നാണ് ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്നത്.
എന്റെ അടുത്ത് നിങ്ങൾക്കുള്ള ഒരു നല്ല ഓഫർ ഉണ്ട്. ഓഫർ എന്താ? ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളി ബംഗ്ലാവിന്റെ ഫോട്ടോയാ. ഈ ബംഗ്ലാവ് ഞാൻ വിൽക്കാൻ പോവാ. എന്നിട്ട് ഞാൻ അബ്രോഡിലേക്ക് പോകാൻ പോവാ. ഈ ബംഗ്ലാവിന്റെ മുന്നിൽ ഉഗ്രനൊരു പൂന്തോട്ടമുണ്ട്. അവിടെ എന്നും വെളുപ്പിന് ഒരുപാട് പക്ഷികൾ വരും. ഗാർഡന്റെ പുറകുവശത്ത് ഒഴുകി പോകുന്ന നല്ലൊരു പുഴയുമുണ്ട്. അത് മാത്രല്ല, ബംഗ്ലാവിന്റെ പുറകിൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്നും വെളുപ്പിന് അവിടെ വന്ന് ഗാനം ആലപിക്കുമ്പോൾ മയിലുകൾ വന്ന് നൃത്തമാടും. ഇവിടെ നിങ്ങൾക്ക് സംഗീത അക്കാദമിയും തുറക്കാം. മയിലുകളാടി. ഇയാള് ശരിക്കും എന്റെ വലയിൽ ഇപ്പൊ വീണിരിക്കുന്നു. എന്തു പറ്റി? ഓഫർ കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷെ ബംഗ്ലാവിന്റെ വില എത്രയാ? അതൊന്ന് പറഞ്ഞാൽ. വില കൂടുതലൊന്നുമല്ല, വെറും 1 കോടിയേ ഉള്ളൂ. 1 കോടിക്ക് ഇത്രയും മനോഹരമായ ബംഗ്ലാവോ? ഞാൻ ഇവിടെ സംഗീത അക്കാദമി തുടങ്ങും. വേഗം അഡ്രസ് പറയൂ. ഞാൻ 1 കോടി രൂപയുമായി ഇപ്പൊ എത്തിക്കൊള്ളാം. എനിക്ക് കിട്ടി ബംഗ്ലാവ്. ഒന്ന് വേഗം തീർക്ക്, ചിലപ്പോ കിളവൻ വരും. പെട്ടെന്ന് മതിൽ വെക്കാൻ നോക്ക്. ടണ്ടടേ. ഹലോ താക്കൂർ സാറേ, ഇതാ പിടിച്ചോളും നിങ്ങളുടെ 1 കോടി രൂപ. നിങ്ങളുടെ പേരിലൊക്കെ ബംഗ്ലാവിന്റെ ആധാരമാണിത്. എന്താ പിടിച്ചോ. ഇവിടെ ഇരുന്ന് നിങ്ങൾ സുഖമായി ഗാനമാലപിക്ക്. എന്നിട്ട് നോക്കിക്കോ, മയിലുകൾ വന്ന് നൃത്തമാടുന്നതും മാനുകൾ തുള്ളിക്കളിക്കുന്നതും ഒക്കെ. കുയിലുകൾ കൂകും. താങ്ക് യു. ഇനി എനിക്കിവിടെ സംഗീത അക്കാദമി തുടങ്ങാമല്ലോ. എന്നാ പിന്നെ കാണാം. പെട്ടെന്ന് അത്യാവശ്യം വന്ന് എന്നെ വിളിക്കണേ. ബൈ ബൈ. ഈ ബംഗ്ലാവ് മനോഹരം, എത്ര സുന്ദരം എന്റെ ബംഗ്ലാവ്. എന്റെ അമ്മോ, അവൻ ഷൂട്ടിങ്ങിനിട്ട സെറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചു. ശിവാ, മുത്തശ്ശ എന്താന്ന്? ഓ നോ, ഞാൻ അയാളെ പിടിച്ചോളാം. ചിലപ്പോ അയാൾ ഈ വഴിക്കായിരിക്കും പോകുന്നത്. എന്ത് പറ്റി ശിവ? ഒരാള് 1 കോടി രൂപയ്ക്ക് നമ്മുടെ മുത്തശ്ശനെ പറ്റിച്ചിരിക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞ പോലെയുള്ള കാറാണ് ആ വഴിക്ക് പോകുന്നത്. എന്തായാലും ആ കാർ പോകണം. ഈ കുരുത്തം കെട്ട കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എപ്പോ നോക്കിയാലും പുറകെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരെന്ത് ചെയ്താലും ശരി, ഈ നട്ടുവർഡാലിന്റെ ബുദ്ധി പോലെ വേറൊരുത്തനും ബുദ്ധി ഉണ്ടാവില്ല.
ഫാദറാണല്ലോ. ഈ കള്ളം തന്നെയാണ് അന്ന് ജ്വല്ലറിയിൽ മോഷ്ടിച്ചതെന്ന് തോന്നുന്നു. എല്ലാരും ഭയങ്കരമായിട്ട് പറ്റിക്കുന്നവനാ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. അതിലും മുത്തശ്ശനും ലഡു സിംഗ് സാറും നമ്മൾ എല്ലാവരും ഇടപെടേണ്ടി വരും. വരൂ. പ്രേക്ഷകരായ നിങ്ങളോടൊരു കാര്യം പറയണം. ഇന്ന് നമ്മളുടെ മുന്നിൽ മഹാരാജാവ് ചേലമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ വീർ പ്രതാപ് സിംഗും ആൻഡ് ഗ്രാൻഡ് ഡോട്ടറായ രേവതിയും. മഹാരാജാവേ, കുമാരനായ വീർ പ്രതാപ് സിംഗിന്റെ പിറന്നാളാണ് വരാൻ പോകുന്നത്. ഞാൻ കേട്ടത് നിങ്ങൾ കുമാറിന് വേണ്ടി വേദാനഗരത്തിൽ കൊട്ടാരം പോലൊരു ബംഗ്ലാവ് വാങ്ങിക്കാൻ പോകുന്നെന്ന്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ രാജകുമാരന് വേണ്ടി ഒരു കൊട്ടാരം നല്ല പുതിയ സ്റ്റൈലിൽ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിൻസിന് വേദ സിറ്റി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുകയാണ് പുറത്തെവിടെയെങ്കിലും അതിനു പറ്റിയ സ്ഥലമുണ്ടോ എന്ന്. അങ്ങനെ പുതിയൊരു ബംഗ്ലാവ് എനിക്ക് കിട്ടിയാൽ അതിന് ഞാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാണ്. ഇയാള് ഭയങ്കര കോടീശ്വരനാണെന്ന് തോന്നുന്നു. എന്റെ ബംഗ്ലാവ് ഈ മഹാരാജാവിനെ വിറ്റാൽ നന്നായിരിക്കും. ആ, എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് ബംഗ്ലാവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്റർവ്യൂ ഏതോ ഒരു ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ ഇപ്പോ കണ്ടിരിക്കുന്നു. അദ്ദേഹമാണ് ഫോൺ ചെയ്തത്. ഇനി ആരുടെയെങ്കിലും കയ്യിൽ കൊട്ടാരം പോലുള്ള ബംഗ്ലാവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വിളിക്കുക. അതുവരേക്കും മഹാരാജാവ് ആ ബംഗ്ലാവ് ഒന്ന് പോയി കാണട്ടെ. ചെന്നാലും രാജാവേ. താങ്ക് യു, വളരെ വളരെ നന്ദി. മഹാരാജാവേ, എന്റെ പേര് രാജാ കുവർ പ്രതാപ് എന്നാണ്. പേരുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ ബംഗ്ലാവ് ഞാനിപ്പോ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേട്ടു നിങ്ങൾക്ക് വേദാനഗരത്തിൽ വലിയൊരു ബംഗ്ലാവിന്റെ ആവശ്യമുണ്ടെന്ന്. മഹാരാജാവേ, നമുക്ക് ഈ ബംഗ്ലാവ് ഒരുപാട് ഇഷ്ടമായി. നാമും നമ്മുടെ കൂട്ടുകാരും ഈ ബംഗ്ലാവിൽ കളിക്കും. ശരി, എന്റെ രാജകുമാരന് ഈ ബംഗ്ലാവ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ പിടിക്ക് നിന്റെ ബംഗ്ലാവിന് തരുന്ന വില. നിങ്ങൾ എന്തായി കാണിക്കുന്ന മഹാരാജാവേ? ആ ഒരു വൈരക്കല്ല് കൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കൊട്ടാരങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളത് ഊരി അങ്ങനെ അയാളുടെ കയ്യിൽ കൊടുത്തല്ലോ. ഞാൻ സന്തോഷവാനാണ്. എനിക്ക് സന്തോഷം വരുമ്പോ എല്ലാവർക്കും സന്തോഷമുള്ളതായി എനിക്ക് കാണണം. ഇതെടുത്തു, ഇതും എടുത്തു, ഇതും. മഹാരാജാവേ, മഹാരാജാവേ, ഇതൊന്നും നിർത്തുന്നുണ്ടോ? സന്തോഷം ഒരുപാട് പങ്കുവെച്ചു. ഇങ്ങനെ കൂടുതൽ സന്തോഷം അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. സഹിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സഹിക്കൂ. സന്തോഷം രാജാവേ, തരൂ തരൂ. ഇതാ എടുത്തോളൂ, 20 കോടി. മതി മതി, ഒന്നും നിർത്തുന്നുണ്ടോ? ഒരുപാട് കൂടുന്നുണ്ട്. താനും തന്റെ മഹാരാജാവിനെ കൊള്ളെടുക്കാൻ നോക്കാണോ? ഇങ്ങോട്ട് തരാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കുന്നുണ്ടോ? പോവാനല്ലേ പറഞ്ഞ് ചെല്ല്. ഇങ്ങോട്ട് താ. ഞാൻ വിടില്ല. ഇതാ ഈ വീടിന്റെ ആധാരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നന്ദിയുണ്ട് രാജാവേ, അങ്ങ് വളരെ നല്ലവനാണ്. നിങ്ങളാണ് യഥാർത്ഥ മഹാരാജാവ്. എന്റെ പേരിൽ മാത്രമുള്ള രാജാവെന്ന്. എന്നാ കാണാം. വേടാറാം, വഴിയൊക്കെ തടഞ്ഞോ? നട്വർലാൽ ആ കറുത്ത കാറിലാ ഇവിടുന്ന് വന്നോണ്ടിരിക്കുന്നെ. അയാളെ വേഗം പിടിക്കണം. അവൻ ബംഗ്ലാന്ന് ഇപ്പൊ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പിടിക്കേ. ഇവരൊക്കെ എന്തിനാ ഇത്രയധികം കിടന്ന് തുള്ളുന്നത്? കുറച്ചു നേരം മുമ്പ് മന്ത്രി എന്തെല്ലാമാണ് പറഞ്ഞത്. ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവോ? എന്താ ഇത്? മൊത്തം കള്ളനോട്ടാണല്ലോ. അപ്പൊ തന്ന സ്വർണവും വൈരവും ഒക്കെ കള്ളമായിരിക്കുമോ? ഇതും ഡ്യൂപ്ലിക്കേറ്റ്. ഇതും 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 എല്ലാം കള്ളത്തരം. ഓഹോ, ഈ നട്വർലാലിനെ അവന്മാരെല്ലാവരും കൂടി പറ്റിച്ചിരിക്കുന്നു. ഡെൽറ്റ ഫോഴ്സ് കേൾക്കൂ. ഞാൻ നാട്ടുകാരെ മുഴുവനും പറ്റിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ ഇന്ന് നിങ്ങളെല്ലാവരും പറ്റിച്ചിരിക്കുന്നു അല്ലേ? എന്റെ ബംഗ്ലാവിന്റെ ആധാരം തന്നേക്ക്. ഇനി താൻ നേരെ ജയിലിലേക്ക് പോയാ മതി മിസ്റ്റർ നട്വർലാൽ.
യു ആർ അണ്ടർ അറസ്റ്റ്. പിടിച്ചോ, ഇത് പിടിച്ചോ. വേണ്ട വേണ്ട, എന്നെ വിട്. വേണ്ട, എന്നെ താഴെ ഇറക്ക്. വേണ്ട. ഹലോ അങ്കിൾ, മര്യാദയ്ക്ക് മടങ്ങി പൊക്കോളൂ, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവേണ്ടി വരും. കുട്ടി ഇവിടുന്ന് മാറി നിക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ലഡു സിംഗ് സാറേ, ഞാൻ പെരും കള്ളനാ. പക്ഷെ ഫൈറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഇൻസ്പെക്ടർ എന്നെ പിടിച്ചുകൊണ്ട് പോ. എന്തായാലും ഞാൻ ജയിലിൽ പോകാനുള്ളവരല്ലേ, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ അടി വാങ്ങിപ്പിക്കുന്നത്? ഇരുമ്പ് പോലുള്ള മനുഷ്യരല്ല ആ കുട്ടി തറ പറ്റിച്ചത്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.